ഹലോ, ഇതെൻ്റെ ചാനലിലെ ആദ്യത്തെ ഗെറ്റ് റെഡി വിത്ത് മീ ആണേ. ഞാൻ ആദ്യമേ തന്നെ പോയി എൻ്റെ ഡ്രസ്സൊക്കെ ഒന്ന് മാറി കുറച്ച് വൃത്തിയുള്ള ഡ്രസ്സൊക്കെ ഇട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അടുത്ത മെയിൻ തിങ് മേക്കപ്പ്. ഞാൻ ആദ്യമേ തന്നെ നല്ലൊരു മോയ്സ്ചറൈസർ എടുത്ത് എൻ്റെ കയ്യിലും കാലിലൊക്കെ നല്ല രീതിക്ക് തേച്ച് പരത്തുന്നുണ്ട് കേട്ടോ. കാണുമ്പോൾ തന്നെ അറിയാം അത്യാവശ്യം നല്ലതായിട്ട് തേക്കുന്നുണ്ട്. പിന്നെ ഒരു മോയ്സ്ചറൈസർ എടുത്ത് മുഖത്തും അതുപോലെ തന്നെ നല്ലപോലെ തേച്ച് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ തേച്ച് കഴിഞ്ഞിട്ട് മെയിൻ തിങ്ങാണ് നമ്മുടെ സൺസ്ക്രീൻ. നമ്മളിപ്പോൾ രാത്രി പുറത്ത് പോകുന്നതായിട്ട് കാര്യമില്ല, നമുക്ക് സൺസ്ക്രീൻ നമ്മൾ മസ്റ്റായിട്ട് നമ്മൾ തേക്കണം. സൺസ്ക്രീനും അതുപോലെ തന്നെ ഞാൻ അത്യാവശ്യം നല്ല രീതിക്ക് എടുത്ത് തേക്കുന്നുണ്ട്. മുഖത്ത് ഫുള്ളൊന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് അടുത്ത മെയിൻ സാധനമാണ് ലിപ്സ്റ്റിക്ക് ഇല്ലാതെ നമ്മളെങ്ങനെ പുറത്ത് പോകും? ലിപ്സ്റ്റിക്ക് ഒരു കോൺഫിഡൻസ്, അത് പെൺപിള്ളേർക്ക് പൊതുവേ മനസ്സിലാവും. ലിപ്സ്റ്റിക്കും കൂടി ഇട്ട് സാധാരണ ഞാൻ കുറച്ച് ഡാർക്കായിട്ട് ഇടാറ്. ഇന്നിപ്പം കുറച്ച് ലൈറ്റായിപ്പോയി, കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ലിപ്സ്റ്റിക്ക് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേനും ആ കോലം ഒന്ന് മാറി കിട്ടിയില്ലേ? കണ്ടാ, മുഖത്തൊരു ജീവൻ വെച്ചോലെ തോന്നില്ല? അപ്പം നമ്മൾ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടു. അത് കഴിഞ്ഞിട്ട് നമ്മൾ വാച്ച് കിട്ടി. ആദ്യമത്തെ വീഡിയോ ആയതുകൊണ്ടെല്ലാം തലതിരിച്ചാട്ടോ കാണിക്കുന്നേ, നിങ്ങൾ മൈൻഡാക്കണ്ട. നെക്സ്റ്റ് നമുക്ക് ഹെയർ ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. സത്യം പറഞ്ഞാൽ ആദ്യമേ തന്നെ മുടി ചീവി വെക്കേണ്ടതായിരുന്നു, പക്ഷേ ഞാൻ എന്തോ വീഡിയോ എടുക്കുന്ന ഒരു ഫ്ലോയിൽ ഞാനതങ്ങ് വിട്ടുപോയി. നമുക്ക് കുഴപ്പമില്ല. പിന്നെ എന്ത് ചെയ്തിട്ടൊരു മെനയാവുന്നില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ പിന്നെ അതങ്ങ് വിട്ടു. എൻ്റെ മുഖം കണ്ടാൽ തന്നെ അറിയാലോ, എനിക്കതങ്ങ് ഒന്നും ചീവിയിട്ടങ്ങ് ശരിയാവുന്നില്ലാത്ത പോലൊരു തോന്നൽ. ഞാൻ പിന്നെ പോട്ടെ പുല്ല്, അതങ്ങനെ എന്നെ കിടക്കട്ടെന്നോർത്ത് ഞാൻ പിന്നെ ഉള്ളതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞ് മുഖമൊക്കെ നോക്കി, മുഖത്തെ കുഴിയും പാടുമൊക്കെ അവിടെ തന്നെ ഉണ്ട്, വേറെ മാറ്റമൊന്നുമില്ല. അത് കഴിഞ്ഞ് നമ്മൾ റെഡിയായി കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നമ്മൾ സോക്സ് എന്നും പറയാമല്ലോ, നമ്മൾ ഷൂ ഇടുന്നുണ്ട്. എങ്ങനെ? അപ്പോൾ നമ്മൾ ആദ്യമേ ഷൂവും സോക്സും അതൊക്കെ ഇട്ട് സെറ്റായിട്ട് ഇനി നമുക്ക് ഇറങ്ങിയാൽ മതി. നമ്മൾ ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ട്, ഊബറിലാണ് പോകുന്നത്. അങ്ങനെ ലാസ്റ്റ് ഷൂസും ഇട്ട് റെഡിയായി. പിന്നെ നമ്മൾ ഒരു പട്ടിഷോ ഉണ്ടല്ലോ, റെഡിയായി കഴിഞ്ഞിട്ട് 2 ഫോട്ടോ ഒക്കെ എടുക്കണമല്ലോ. അങ്ങനെ കുറച്ച് മിറർ വീഡിയോ ഒക്കെ എടുത്ത് കുറച്ച് പട്ടിഷോയൊക്കെ കാണിച്ചിട്ട് അപ്പോഴത്തേനും നമ്മുടെ ഊബർ വന്നായിരുന്നു. ഞങ്ങൾ നിന്നിട്ട് നേരെ ഊബറിൽ കയറി നമ്മൾ ഷർഫിയയിലേക്കാണ് പോകുന്നത്. പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, വെറുതെ ഇരിക്കുന്നു, വെറുതെ തിണ്ടാൻ പോകുന്നു, അതൊക്കെ തന്നെ നമ്മുടെ പരിപാടി. വേറെ പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഇതാട്ടോ നമ്മുടെ ഷർഫിയയിൽ നമ്മൾ ഡേ ടു ഡേ എന്ന് പറഞ്ഞ ഒരു കടയിലേക്കാണ് പോയത്. നമുക്കൊന്ന് 2 കുഞ്ഞു ഐറ്റംസ് വാങ്ങിക്കാൻ ഉണ്ടായിരുന്നു. കടയിൽ ആക്ച്വലി കയറി കഴിഞ്ഞിട്ട് ഞാൻ താഴത്തെ ഫ്ലോറിലെ വീഡിയോസ് എടുക്കാൻ മറന്നുപോയി. അതെന്താ മറന്നതെന്ന് എനിക്കറിയത്തില്ല. സാരമില്ല. ഞാൻ എന്നിട്ട് നേരെ മേലത്തെ ഫ്ലോറിൽ പോയപ്പോഴത്തേനും അവിടെ കുറേ ബാഗ് കാര്യങ്ങൾ ടോയ്സൊക്കെ ആയിരുന്നു. പിന്നെ ഞാൻ തപ്പി നടന്ന സാധനം കിട്ടി. നമ്മുടെ ഗേളി ഐറ്റംസ് ഉണ്ടല്ലോ, മേക്കപ്പ് സാധനങ്ങളും വള, മാല, കമ്മൽ, അങ്ങനത്തെ ഐറ്റംസ്. പിന്നെ അതൊക്കെ നോക്കി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഈ മാലകളൊക്കെ കണ്ടോ, തിളങ്ങുന്ന കണ്ടോ? ഞാൻ അവിടെ കയറി കഴിയുമ്പോഴത്തേനുള്ളൂ ഈ മാലകളൊക്കെ ഭയങ്കരമായിട്ട് തിളങ്ങി, അവിടുത്തെ ലൈറ്റിലൊക്കെ തിളങ്ങിയിരിക്കണ പോലെ. ഞാൻ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി നമ്മുടെ ഐറ്റംസൊക്കെ വാങ്ങി ഇങ്ങനെ നടന്ന് വന്നപ്പോഴത്തേനും അവിടെ ഒരു സൈഡിൽ ഒരു വേസ്റ്റ് ബോളിലൊരു തള്ളപ്പൂച്ച, 2 കുഞ്ഞുപൂച്ച ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് 2-3 സ്ഥലത്ത് പോകാനായിരുന്നു. അവിടെയൊക്കെ പോയിട്ട് നമ്മൾ അവിടെ നിന്ന് പതുക്കെ ഇറങ്ങി കേട്ടോ. പിന്നെ ഇന്നിപ്പോൾ വേറെ പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ പതുക്കെ നടന്നു. ഇവിടെ ഇങ്ങനെ വഴിയോരങ്ങളിൽ ഇങ്ങനെ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ അവിടുത്തെ പോലെ തന്നെ ഡ്രസ്സും കാര്യങ്ങളും പിന്നെ വാച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ വഴിയോരങ്ങളിൽ വിൽക്കുന്ന കുറേ ആൾക്കാരുണ്ട് കേട്ടോ. നമ്മൾ ഒരു മാർക്കറ്റ് അതുപോലെ തന്നെ കുറേ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് ഇപ്പം ഞങ്ങൾക്ക് അടുത്ത ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വരാനുള്ള ടൈം ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ഞങ്ങൾ പതുക്കെ നടന്നപ്പോഴത്തേനും തന്നെ ഊബർ വന്നു. ഞങ്ങൾ പിന്നെ ഊബർ കയറി നൈസായിട്ട് റൂമിലേക്ക് വന്നു. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ടാറ്റ.